ഇനി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യായാമം. അതിൻ്റെ കൂടെ ഭക്ഷണരീതി, സന്തുലിതമായ ഭക്ഷണരീതി ക്രമപ്പെടുത്തേണ്ടതാണ്. ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? മധുരം കുറഞ്ഞ പഴങ്ങളും പച്ചക്കറികളും നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിനോടൊപ്പം നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മത്സ്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് PCOD നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ജീവിതശൈലിയിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്യായാമം. എക്സർസൈസ് ചെയ്യുക. ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ എക്സർസൈസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുന്നതിലൂടെ നമുക്ക് നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. അത് ഭക്ഷണ രീതിയിലുള്ള മാറ്റമാണ്. ഭക്ഷണ രീതിയിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പുറത്തു നിന്നുള്ള ഭക്ഷണം, ഹോട്ടൽ ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കി നമ്മളുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക. ഭക്ഷണ രീതിയിൽ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും അളവ് കൂട്ടുക. പഞ്ചസാര കുറക്കുക. മധുരം കഴിയുന്നതും ഒഴിവാക്കുക. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. PCOD നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭക്ഷണ നിയന്ത്രണം, ഡയറ്റ് ആൻഡ് എക്സർസൈസ്. ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ മെഡിസിൻ എടുത്തിട്ടും അതിനൊരു എഫക്റ്റും ഉണ്ടാവില്ല. ഡയറ്റും എക്സർസൈസുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. നമ്മൾ എത്ര തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നോ, എത്ര തന്നെ എക്സർസൈസ് നമ്മളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നോ, വ്യായാമം നമ്മൾ ചെയ്യുന്നോ, അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് ലഭിക്കുക.